ബോണക്കാട് ബംഗ്ലാവിനെ കുറിച്ച് കേട്ട നിങ്ങൾ കേൾക്കാത്ത മറ്റൊന്നുണ്ട്. അവിടെ ബംഗ്ലാവിന് മുന്നിലെ ക്രിസ്മസ് ട്രീ. മകൾ മരിച്ച ദുഃഖത്തിൽ നാട് വിട്ടുപോയ ബ്രിട്ടീഷ് ദമ്പതികൾ പിന്നീട് ഒരിക്കൽ കൂടി അവിടെ വന്നു. മകൾക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയ ഒരു ക്രിസ്മസ് ട്രീയുമായി മകളുടെ ശവക്കല്ലറയ്ക്കരികിൽ അത് വയ്ക്കുകയും ചെയ്തു. അവർ തിരികെ മടങ്ങി. പതിവിലും വേഗത്തിൽ വളർന്ന ക്രിസ്മസ് ട്രീയോട് കുഞ്ഞിൻ്റെ ആത്മാവിന് ഏറെ പ്രിയമായിരുന്നു. ബംഗ്ലാവ് കാണാൻ വരുന്ന ആരെയും അവൾ ഉപദ്രവിച്ചില്ല. ആരോടും ഒരു പരാതിയും പറഞ്ഞില്ല. നിശബ്ദമായി ഇരുട്ടിൻ്റെ മറവിൽ അവൾ ഒരു തേങ്ങലോടെ മറഞ്ഞിരുന്നു. ഒറ്റപ്പെടുന്ന സമയം ബംഗ്ലാവിനുള്ളിൽ അലഞ്ഞു നടക്കും. തളർന്നിരിക്കുമ്പോൾ ക്രിസ്മസ് ട്രീയുടെ താഴെയുള്ള കല്ലറയിൽ തളർന്നുറങ്ങും. ഇന്നും ആരോടും ഒരു പരിഭവവും പറയാതെ ആ കുഞ്ഞു ആത്മാവ് അവിടം തളർന്നുറങ്ങുന്നു. എന്നാൽ അവൾ മരിച്ചതിൻ്റെ പിന്നിലെ നിഗൂഢമായ ഒരു രഹസ്യം ബോണക്കാട് ബംഗ്ലാവിൽ മറഞ്ഞിരിക്കുന്നു. അന്ന് വിറകെടുക്കാൻ വന്ന ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറിയ ആത്മാവ് ആ കുഞ്ഞിലൂടെ സംസാരിച്ച കാര്യങ്ങൾക്ക് ഇന്നും വ്യക്തതയില്ല.